പ്ലസ് 1 വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടിയെ 2020 സമൂഹ മാധ്യമം വഴി, അതായത് ഇൻസ്റ്റാഗ്രാം വഴി വേങ്ങര ചേറൂർ സ്വദേശി അബ്ദുൽ ഗഫൂർ പരിചയപ്പെടുന്നത്. അതിനുശേഷം കഴിഞ്ഞ 5 വർഷക്കാലം ഈ പെൺകുട്ടിയെ തുടർച്ചയായി ലൈംഗികമായി പീഡിപ്പിക്കുകയാണ് ഇയാൾ ചെയ്തത്. അതായത് ലൈംഗികമായി പീഡിപ്പിക്കുന്നത് ഈ പെൺകുട്ടിയുമായി സൗഹൃദത്തിലാവുന്നു, പരിചയത്തിലാവുന്നു. അതിന് പിന്നാലെ പലപ്പോഴും പുറത്തുനിന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ഭക്ഷണത്തിൽ MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കലർത്തി ഈ കുട്ടിയെ ലഹരിക്ക് അടിമയാക്കി ലൈംഗികമായി പീഡിപ്പിക്കുന്നു. അതിനുശേഷം ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുന്നു. അങ്ങനെ കൊടും ക്രൂരത കഴിഞ്ഞ 5 വർഷം തുടർച്ചയായി ഈ അബ്ദുൽ ഗഫൂർ കുട്ടിയോട് ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ 2-3 മാസം മുമ്പാണ് ഈ കുട്ടി ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെടുന്നു എന്നുള്ള രീതിയിൽ കുട്ടിയുടെ മാറ്റമൊക്കെ വീട്ടുകാരുടെ ശ്രദ്ധയിൽ വരുന്നത്. അതിനുശേഷം കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുകയും കുട്ടിയെ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്ത് കുട്ടി ലഹരിയിൽ നിന്നും പൂർണ്ണമായി വിമുക്തി നേടിയതിനു ശേഷമാണ് കുട്ടി ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. താൻ എങ്ങനെ ലഹരിക്ക് അടിമയായി എന്നും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതും അത് ദൃശ്യങ്ങൾ പകർത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി തന്നെയാണ് വീട്ടുകാരോട് പറയുന്നത്. അവർ കൗൺസിലിംഗ് നടത്തിയ ആളുടെ സഹായത്തോടു കൂടി പോലീസിനെ സമീപിക്കുകയാണ്. പോലീസും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഈ കൗൺസിലിംഗ് ഡോക്ടറും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ പെൺകുട്ടിക്ക് നൽകിയ ശക്തമായ പിന്തുണയാണ് ബാക്കിയുള്ള എല്ലാ ഈ ക്രൂരകൃത്യങ്ങളും പുറത്തു പറയാൻ അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനൊക്കെ കുട്ടിയെ പ്രേരിപ്പിച്ചത്, കുട്ടിക്ക് സഹായകരമായത്. ഏതായാലും പോലീസ് ഈ അബ്ദുൽ ഗഫൂറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.